എങ്കിലോ മക്കളെ ചില 2 മാർക്കിന്റെ ചോദ്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ്? മഴയത്ത് ഉതിരുന്ന പവിഴമല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല ഉയിരിലേക്കാണ് വീഴുന്നത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. നനയാത്ത മഴയിലെ ഒരു ഭാഗമാണ്. ഇതില് പ്രയോഗം അല്ലെ, ഇവിടെ അടിവരയിട്ട പ്രയോഗം സന്ദർഭത്തിന് നൽകുന്ന അർത്ഥതലം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മഴ നനയാതെ അല്ലെ, മഴയെ അറിഞ്ഞിരുന്ന അനുഭവങ്ങളെ കുറിച്ചാണ്. അസുഖക്കാരി ആയതുകൊണ്ട് തന്നെ മഴയത്ത് നനയാനും കളിക്കാനും ഒന്നും എഴുത്തുകാരിക്ക് സാധിച്ചിരുന്നില്ല. അപ്പൊ ആ മഴ അനുഭവങ്ങൾ അല്ലെ, ആ മഴത്തുള്ളികൾ എന്താണ്, പവിഴമല്ലി പൂക്കളായിട്ട് എഴുത്തുകാരി സങ്കല്പിക്കുകയാണ്. അത് എന്ത് ചെയ്യണു, എഴുത്തുകാരിയുടെ ജീവനിലേക്ക് പതിക്കുന്നതായി എഴുത്തുകാരിക്ക് തോന്നുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ സ്ഥിരം ചോദ്യമാണെന്ന് അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കുക, അല്ലെങ്കിൽ നേരെ തിരിച്ചും ഒറ്റ വാക്യമാക്കുക എന്നുള്ള ചോദ്യം എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അപ്പൊ കല്യാണത്തിന്റെ തീയതി അടുത്തടുത്ത് വന്നപ്പോൾ പുതിയ കുപ്പായത്തിന്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. അതെങ്ങനെ 2 വാക്യമാക്കാം നോക്കാം. കല്യാണത്തിന്റെ തീയതി അടുത്തടുത്ത് വന്നു, അപ്പോൾ പുതിയ കുപ്പായത്തിന്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി അല്ലെ. 2 വാക്യമായല്ലോ, അർത്ഥവ്യത്യാസം സംഭവിച്ചില്ലല്ലോ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. പഠിക്കുക, ഉഷാറായിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.